നിങ്ങളൊരു പെൺകുട്ടിയെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ടോ? അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. വില കൂടിയ സമ്മാനങ്ങൾ, ഒരിക്കലും മുടങ്ങാത്ത മെസ്സേജുകൾ, ഒരു രാജ്ഞിയെ പോലെയാണ് നിങ്ങൾ അവിടെ നോക്കുന്നത്. ചുരുക്കത്തിൽ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. പക്ഷേ പതുക്കെ പതുക്കെ അവൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ചേക്കാം. 97% പുരുഷന്മാരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു പച്ചയായ സത്യം. ഒരു പെൺകുട്ടി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ, നിങ്ങളോട് ആകർഷണം തോന്നണമെങ്കിൽ, അവൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ ഒരിക്കലും 100% സുരക്ഷിതത്വം, സെക്യൂർ തോന്നരുത്. നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും അവൾ നേടിയെടുക്കേണ്ടതാണെന്ന് അവൾക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ വേണം. ഇതൊരു ഗെയിം പ്ലാൻ ആണെന്നോ മറ്റുള്ളവരുടെ വികാരങ്ങളെ വെച്ച് കളിക്കാനാണ് ഞാൻ പറയുന്നതെന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കും മുൻപ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഞാൻ ഇവിടെ മാനിപ്പുലേഷൻ ചെയ്യാനോ ആരെങ്കിലും മാനസികമായി തളർത്താനോ അല്ല പറയുന്നത്. മറിച്ച് സ്ത്രീകളിൽ ആഴത്തിലുള്ള ആകർഷണം, അട്രാക്ഷൻ ഉണ്ടാക്കുന്ന മനഃശാസ്ത്രപരമായ രഹസ്യമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അടുത്ത കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ അവരെ നന്നായി സ്നേഹിക്കുന്ന പുരുഷന്മാരെ ഉപേക്ഷിച്ചു പോകുന്നതെന്നും ഈ അറിവ് ഉപയോഗിച്ച് ശക്തവും നിലനിൽക്കുന്നതുമായ ഒരു ആകർഷണം എങ്ങനെ ഉണ്ടാക്കാമെന്നും നിങ്ങൾക്ക് ഞാൻ കൃത്യമായി കാട്ടിത്തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആകർഷകമായ വ്യക്തിത്വവും രൂപവും നേടാനും ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പ്രോജക്റ്റ് ലുക്ക് ബെറ്റർ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര വീഡിയോ കോഴ്സാണിത്. സാധാരണ 3499 രൂപ വില വരുന്ന ഈ കോഴ്സ് വെറും 89 രൂപ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 14 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പിൽ ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. ആകർഷണത്തിന്റെ 1-ാം നിയമം, അതിജീവന മൂല്യം. ഇതാണ് 1ാമത്തെ ഗോൾഡൻ റൂൾ. ബയോളജിക്കലായി ഒരു സ്ത്രീക്ക് ആകർഷണം തോന്നുന്നത് തന്നെക്കാൾ ഉയർന്ന സർവൈവൽ വാല്യൂയുടെ പുരുഷനോടാണ്. ഇതൊരിക്കലും അവൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമല്ല. ഇതവളുടെ DNA-യിൽ അലിഞ്ഞു ചേർന്നതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന്റെ ഫലമാണിത്. പണ്ടുകാലത്ത് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും വിഭവങ്ങളും സംരക്ഷിക്കാൻ കഴിവുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത സ്ത്രീകൾ അതിജീവിച്ചു. എന്നാൽ എല്ലാ ദിവസവും പൂക്കൾ നൽകുന്ന നല്ലവരായ പുരുഷന്മാരെ തിരഞ്ഞെടുത്തവരുടെ തലമുറ അവിടെ അവസാനിച്ചു. കാരണം ആ നൈസ് ഗൈക്ക് ശത്രുക്കളിൽ നിന്ന് അവളെ രക്ഷിക്കാനോ കഠിനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം കണ്ടെത്താനോ സുരക്ഷ നൽകാനോ കഴിഞ്ഞില്ല. ഈ ബയോളജിക്കൽ സിസ്റ്റത്തെയാണ് ഹൈപ്പർഗമി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റുകളും സെക്യൂരിറ്റി സിസ്റ്റങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലും സ്ത്രീകളുടെ തലച്ചോറിലെ ഈ കോർ സോഫ്റ്റ്വെയർ ഇപ്പോഴും ആ പഴയ കാടിന്റെ നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴാണ് ഒരു പുരുഷന്റെ മൂല്യം തനിക്ക് തുല്യമോ അല്ലെങ്കിൽ തന്നെക്കാൾ കുറവോ ആണെന്നൊരു സ്ത്രീക്ക് തോന്നുന്നത്, അപ്പോൾ തന്നെ അവളിലെ ആകർഷണം ഇല്ലാതാകുന്നു. നിങ്ങൾ ആവശ്യത്തിലധികം സ്നേഹം കാണിക്കുമ്പോൾ, ഡെസ്പറേറ്റ് ആകുമ്പോൾ, അവളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഞാനൊരു ദുർബലനാണ് എന്ന സിഗ്നലാണ് അവൾക്ക് നൽകുന്നത്. അവളുടെ ഉപബോധ മനസ്സ് ഈ സിഗ്നലുകൾ തിരിച്ചറിയുകയും നിങ്ങളോടുള്ള ആകർഷണം പതുക്കെ ഇല്ലാതാകുകയും ചെയ്യും. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം? സെക്ഷുവൽ മാർക്കറ്റ് വാല്യൂ. ഇവിടെയാണ് സെക്ഷുവൽ മാർക്കറ്റ് വാല്യൂ എന്ന ആശയം വരുന്നത്. ഡേറ്റിംഗ് ഒരു മാർക്കറ്റ് പോലെയാണ്. ഓരോ വ്യക്തിക്കും അവരുടെ ലുക്സ്, പേഴ്സണാലിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ് എന്നിവ അനുസരിച്ച് ഒരു മൂല്യമുണ്ട്. പരുഷമായ യാഥാർത്ഥ്യം എന്താണെന്നാൽ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ആകർഷണം തോന്നുന്നത് തങ്ങളെക്കാൾ SMV കൂടുതലുള്ള പുരുഷന്മാരോട് മാത്രമാണ്. ഇവിടെയാണ് ഭൂരിഭാഗം പുരുഷന്മാർക്കും തെറ്റുപറ്റുന്നത്. വലിയ ജോലി, വില കൂടിയ കാറ്, മസിൽസ്, ഉയരം, ഇതൊക്കെയാണ് SMV എന്നാണ് അവർ കരുതുന്നത്. തീർച്ചയായും ഇവയെല്ലാം ഘടകങ്ങളാണ്. പക്ഷെ ഇവയൊന്നും അടിസ്ഥാനപരമല്ല. ഒരു സ്ത്രീ നിങ്ങളുടെ യഥാർത്ഥ SMV അളക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കൊണ്ടു നടക്കുന്നു, അവളോട് എങ്ങനെ സംസാരിക്കുന്നു, ഏറ്റവും പ്രധാനമായി അവളുടെ അംഗീകാരത്തിനായി നിങ്ങൾ എത്രത്തോളം ദാഹിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസിനേക്കാൾ ശക്തമാണ് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ വൈബും. ആകർഷണത്തിന്റെ 2-ാം നിയമം, നിഗൂഢതയുടെ ശക്തി. ഇതാണ് 2ാമത്തെ ഗോൾഡൻ റൂൾ. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് എത്രത്തോളം വ്യക്തത കുറയുന്നോ അത്രത്തോളം അവൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇത് സൈക്കോളജിയിൽ ഒരു അടിസ്ഥാനമാണ്. നമുക്ക് പൂർണ്ണമായി ഉറപ്പുള്ള കാര്യങ്ങളെ നമ്മൾ പതിയെ വില കുറച്ച് കാണാൻ തുടങ്ങും. എന്നാൽ അല്പം സംശയവും ആകാംക്ഷയുമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കും.
നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും തുറന്നു പറയുകയും 24/7 അവൾക്ക് വേണ്ടി ലഭ്യമാവുകയും നിങ്ങൾ അവൾക്ക് വേണ്ടി ഭ്രാന്തനാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ മിസ്റ്ററി എന്ന ഘടകം പൂർണ്ണമായി ഇല്ലാതാകുന്നു. നിങ്ങളുടെ ശ്രദ്ധ നേടാൻ അവൾക്കൊരു പരിശ്രമവും നടത്തേണ്ടി വരുന്നില്ല. എന്നാൽ നിങ്ങൾ അല്പം സ്പേസ് കൊടുക്കുമ്പോൾ, ഒരു നിഗൂഢത നിലനിർത്തുമ്പോൾ അവളുടെ മനസ്സ് ആക്റ്റീവ് ആവും. അവൾ ചിന്തിക്കാൻ തുടങ്ങും, എന്നെ ഇപ്പോഴും ഇഷ്ടമാണോ? എന്താ ഇതുവരെ റിപ്ലൈ തരാത്തത്? അവൻ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാകുമോ? ഈ ചിന്തകളാണ് ഒരു സ്ത്രീയുടെ മനസ്സിൽ ആകർഷണത്തിന്റെ വിത്തുപാകുന്നത്. ഇതിന് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഒരു കാര്യം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് വില പോകും. എന്നാൽ ഇടയ്ക്കിടെ അപ്രതീക്ഷിതമായി കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് അതിനുവേണ്ടി കൊതിക്കും. നിങ്ങളുടെ ശ്രദ്ധയും ഇതുപോലെയാണ്. എല്ലാ ദിവസവും കൊടുത്താൽ അതിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാകുമ്പോൾ അതിനായി അവൾ കൊതിക്കാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ ശ്രദ്ധയും അംഗീകാരവും ഒരു കറൻസി പോലെയാണ്. അത് വളരെ കുറച്ചു മാത്രം അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുമ്പോൾ അതിന് മൂല്യം കൂടും. ബാഡ് ബോയ് ഇമേജ് എന്തുകൊണ്ടാണ് പലപ്പോഴും വിജയിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പെൺകുട്ടികൾ അവരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നവരെ അല്ല ഇഷ്ടപ്പെടുന്നത്, മറിച്ച് പ്രവചിക്കാൻ കഴിയാത്ത, അതായത് അൺപ്രഡിക്റ്റബിളായ പുരുഷന്മാരിലേക്കാണ് അവർ ആകർഷിക്കപ്പെടുന്നത്. എപ്പോഴും ഒരേപോലെ പെരുമാറുന്ന, സേഫ് ഗെയിം കളിക്കുന്ന നൈസ് ഗൈസിനെ അവർക്ക് പെട്ടെന്ന് മടുക്കും. ഒരു പെൺകുട്ടി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രമാത്രം ശക്തനാണെന്ന് അറിയാനല്ല, മറിച്ച് നിങ്ങൾ അവളിൽ എത്രത്തോളം ഇൻവെസ്റ്റഡ് ആണെന്ന് അറിയാനാണ്. അവൾ നിങ്ങളോട് തണുപ്പൻ മട്ടിൽ പെരുമാറുമ്പോൾ, മനഃപൂർവ്വം മറ്റൊരു പുരുഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ പരിശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, അതെല്ലാം ഒരു ടെസ്റ്റാണ്. നിങ്ങൾ അവളുടെ ശ്രദ്ധ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നിമിഷം നിങ്ങൾ ആ ഗെയിമിൽ തോൽക്കുന്നു. യഥാർത്ഥ ആകർഷണത്തിന്റെ രഹസ്യം, ഒരു പുരുഷന്റെ ഏറ്റവും ആകർഷകമായ ക്വാളിറ്റി എന്താണെന്നറിയാമോ? അത് ജെനുവിൻ അബണ്ടൻസ് ആണ്. അതായത്, നിങ്ങളുടെ സന്തോഷത്തിനോ വ്യക്തിത്വത്തിനോ സ്നേഹത്തിനോ വേണ്ടി നിങ്ങൾക്കൊരു സ്ത്രീയുടെയും ആവശ്യമില്ല എന്ന മാനസികാവസ്ഥ. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വേണമെന്നല്ല, മറിച്ച് ഈ പെൺകുട്ടി എന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ പൂർണ്ണനാണ്, എന്റെ ജീവിതം അവിടെ അവസാനിക്കില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആരെയും ചേസ് ചെയ്യില്ല, ഓവർ ഇൻവെസ്റ്റ് ചെയ്യില്ല, ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കില്ല. എങ്ങനെ ഒരു ലീഡറാകാം? പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി തീരുമാനങ്ങൾ എടുക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഴിവുള്ള പുരുഷന്മാരോട് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. എല്ലാ കാര്യത്തിനും അവരുടെ അനുവാദം ചോദിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളൊരു തീരുമാനമെടുത്ത് അവളെ അതിലേക്ക് ക്ഷണിക്കുക. നമ്മൾ ഇന്ന് രാത്രി ആ പുതിയ റെസ്റ്റോറന്റിൽ പോകുന്നു. ഇത് അധികാരപ്രയോഗമല്ല, മറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവും ആത്മവിശ്വാസവുമാണ്. ഡിസൈസീവ്നെസ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അവൾക്ക് നിങ്ങളിൽ വിശ്വാസം തോന്നുകയും റിലാക്സ്ഡ് ആകാനും സാധിക്കുന്നു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ ആ പഴയ നൈസ് ഗൈ രീതികൾ പിന്തുടർന്ന് എന്തുകൊണ്ടാണ് അവൾക്ക് എന്നോടുള്ള താല്പര്യം പോയതെന്ന് എപ്പോഴും അത്ഭുതപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഈ മനഃശാസ്ത്രീയമായ സത്യങ്ങൾ അംഗീകരിച്ച് ശക്തവും ആവേശകരവുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാം. അവളെ നേടാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളെ നേടുന്നത് ഒരു വലിയ കാര്യമാണെന്ന് അവൾക്ക് തോന്നുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ സ്വയം ഉയരുക. ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ ഊർജ്ജത്തിലും ജീവിതത്തിലും ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ഈ അറിവുകൾ വിവേകത്തോടെ ഉപയോഗിക്കുക. പിന്നെ കാണാം കളി എങ്ങനെ നിങ്ങളുടെ വരുതിയിലേക്ക് മാറുന്നു എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.